കാർഷിക വാർത്തകൾ. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും 200 രൂപ കടന്നു. 2024 ഓഗസ്റ്റ് 9-ന് 255 രൂപ എന്ന റെക്കോർഡ് വിലയിലെത്തിയ ശേഷം വിപണി കുത്തനെ ഇടിഞ്ഞിരുന്നു. സംസ്ഥാനത്ത് റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയായി ഉയർന്നു. കർഷകരുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഡബിൾ സെഞ്ചുറി കൈവരിക്കുന്നത്. RSS 4-ന് കൊച്ചി കോട്ടയം മാർക്കറ്റിൽ വില കിലോയ്ക്ക് 200 രൂപ 50 പൈസയാണ്. 5ാം ഗ്രേഡ് റബ്ബർ കിലോ 197 രൂപയിലും ലാറ്റക്സ് 141 രൂപയിലുമാണ് വ്യാപാരം. മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോങ്ങിൽ റബ്ബർ വില 196 രൂപയാണ്. കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം കിലോയ്ക്ക് 207 രൂപ വരെ എത്തിയ ശേഷം പിന്നീട് വില താഴേക്കിറങ്ങിയായിരുന്നു. വിപണിയിലേക്ക് പുതിയ സ്റ്റോക്ക് എത്തുന്നത് കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണമായത്. വില ഇനിയും കൂടിയേക്കുമെന്ന പ്രതീക്ഷ മൂലം കൈവശമുള്ള സ്റ്റോക്ക് വിപണിയിലിറക്കാതെ വയ്ക്കുന്നതും വില കൂടാനിടയാക്കുന്നുണ്ട്. ഇറാൻ-ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ചരക്ക് നീക്കക്കൂലി, ഇൻഷുറൻസ് തുകയിലെ വർധന, ക്രൂഡ് ഓയിൽ വിലക്കുതിപ്പ് തുടങ്ങിയവയും റബ്ബർ വിലയെ സ്വാധീനിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നെല്ല് സംഭരിച്ച വകയിൽ SBI അക്കൗണ്ടുള്ള കർഷകർക്ക് പണം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച കരാറിൽ സപ്ലൈകോയും SBIയും ഒപ്പുവെച്ചു. ബാങ്ക് കൺസോർഷ്യത്തിൽ SBIയും പങ്കാളിയായതോടെയാണ് കർഷകർക്ക് പണം നൽകുന്നതിനുള്ള നടപടി വേഗത്തിലായത്. പാലക്കാട്, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലെ കർഷകർക്കാണ് കൂടുതലായി തുക ലഭിക്കാനുള്ളത്. കൺസോർഷ്യത്തിലുള്ള കാനറ ബാങ്ക് നേരത്തെ PRS വായ്പ നൽകി വരുന്നുണ്ട്. 9.25% പലിശ വേണമെന്നാവശ്യപ്പെട്ടാണ് SBI കരാർ വൈകിപ്പിച്ചത്. തുടർന്ന് ചർച്ചയിലൂടെ അത് 9% കുറയ്ക്കുകയായിരുന്നു. 184 കോടി രൂപ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. കർഷകർക്ക് നൽകിയ PRS വായ്പ തിരിച്ചടയ്ക്കാൻ ഈ തുക ഉപയോഗിക്കും. നേരത്തെ 152 കോടിയും അനുവദിച്ചിരുന്നു. പുതുതായി ഇത്രയും തുക SBIയും കാനറ ബാങ്കും വായ്പയായി അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2025 ഖാരിഫ് സീസണിലെ നെൽകൃഷിയിൽ 58% വർധന. സർക്കാർ കണക്കുകൾ പ്രകാരം ഇതുവരെ 13.22 ലക്ഷം ഹെക്ടറിലാണ് നെല്ല് വിതച്ചത്. കേന്ദ്ര കൃഷി വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2025 ഖാരിഫ് സീസണിൽ നെൽകൃഷി 58% വർദ്ധിച്ച് 13.22 ലക്ഷം ഹെക്ടറിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 8.37 ലക്ഷം ഹെക്ടറായിരുന്നു. പയർവർഗ്ഗങ്ങളിലെയും നാടൻ ധാന്യങ്ങളിലെയും കൃഷിയിലും പുരോഗതിയുണ്ട്. പയർവർഗ്ഗങ്ങളുടെ വിസ്തൃതി 6.63 ലക്ഷം ഹെക്ടറിൽ നിന്ന് 9.44 ലക്ഷം ഹെക്ടറായും നാടൻ ധാന്യങ്ങളുടെ കൃഷി വിസ്തൃതി 14.77 ലക്ഷം ഹെക്ടറിൽ നിന്ന് 18.03 ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചു. ഭക്ഷ്യധാന്യേതര വിളകളിൽ എണ്ണക്കുരുക്കളുടെ കൃഷിയിലാണ് കുറവ്. കഴിഞ്ഞ വർഷം 5.89 ലക്ഷം ഹെക്ടറായിരുന്ന എണ്ണക്കുരുക്കളുടെ കൃഷി ഇത്തവണ 5.38 ലക്ഷം ഹെക്ടറിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കരിമ്പ് കൃഷിയും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. 54.88 ലക്ഷം ഹെക്ടറിൽ നിന്ന് 55.07 ലക്ഷം ഹെക്ടറായാണ് വർദ്ധിച്ചത്. പരുത്തി കൃഷിയിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29.12 ലക്ഷം ഹെക്ടറായിരുന്ന വിതയ്ക്കൽ വിസ്തൃതി ഇപ്പോൾ 31.25 ലക്ഷം ഹെക്ടറായി ഉയർന്നു. 2025 ജൂൺ 20 വരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഖാരിഫ് വിളകളുടെ വിതയ്ക്കൽ വിസ്തൃതി 137.84 ലക്ഷം ഹെക്ടറായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 124.88 ലക്ഷം ഹെക്ടറായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മഴക്കാലം ആരംഭിച്ചതോടെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം ജനങ്ങൾക്ക് തലവേദനയാകുന്നു. കാർഷിക വിളകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്ന ഇവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കീട നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സന്ധ്യ കഴിഞ്ഞായിരിക്കും കൃഷിയിടങ്ങളിൽ ഒച്ചുകൾ കൂട്ടത്തോടെ ഇറങ്ങുക. പിന്നെ പുലർച്ചെ വരെ ചെടികൾ തിന്നുതീർക്കും. വാഴ, മഞ്ഞൾ, കൊക്കോ, കാപ്പി, കമുക, ഓർക്കിഡ്, ആന്തൂറിയം, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നീ വിളകൾ ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കും. വാഴയിലേക്കാണ് ഏറ്റവും അധികം നാശമുണ്ടാക്കുന്നത്. റബ്ബർ പാൽ പോലും ഇവ ഭക്ഷിക്കുന്നതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ആഫ്രിക്കൻ ഒച്ചിന്റെ ശരീരത്തിൽ തെങ്ങിന്റെ കൂമ്പുചീയലിന് കാരണമായ ഫെറ്റോഫാർ കുമിളിനെ കണ്ടെത്തിയിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൂടി രൂക്ഷമായതോടെ ആശങ്കയിലായിരിക്കുകയാണ് കർഷകർ. ബോർഡോ മിശ്രിതം തളിക്കുന്നതിലൂടെയും ഒച്ചുശല്യമുള്ള പറമ്പുകളുടെ അതിരുകളിലൂടെ കുമ്മായം തൂവുന്നതും ഇവയെ നിയന്ത്രിക്കാൻ ചെയ്യാറുണ്ട്. ധാരാളം കാൽസ്യമടങ്ങിയ ഇവയുടെ തോട് പൊളിച്ചു മണ്ണിൽ ചേർക്കുന്നത് മണ്ണിന്റെ പുളിരസം കുറയ്ക്കാനും കാൽസ്യം കിട്ടാനും ഉപകരിക്കുന്നു. തെങ്ങിൻ തടത്തിൽ ഇവയെ കൊന്നു കുഴിച്ചു മൂടുന്നത് നല്ല വളമാണ്. കൂടാതെ ഒച്ചുകളെ ചാണകവും മറ്റു ജൈവവസ്തുക്കളും ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചിക്ക് സെക്സിംഗ് കോഴ്സിന്റെയും സ്കിൽ ടു വെഞ്ചർ പ്രോജക്ടിന്റെയും ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭക തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കോഴിക്കുഞ്ഞുങ്ങളുടെ ലിംഗനിർണ്ണയത്തിനും അനുബന്ധ പഠനത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു.
കുടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാമും വെള്ളനാട് VHSCയും സംയുക്തമായാണ് ചിക്ക് സെക്സിംഗ് പരിശീലനവും സ്കിൽ വെഞ്ചർ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നത്. ചിക്ക് സെക്സിംഗ് എന്നറിയപ്പെടുന്ന ലിംഗനിർണയ കലയിൽ പ്രാവീണ്യമുള്ളവർ നന്നേ കുറവാണ്. അതിനാൽ ഇതിന് ജോലി സാധ്യതയേറുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കോഴി ഫാമുകൾ പൂട്ടിപ്പോയതോടെ വർഷങ്ങളായി ചിക്ക് സെക്സിംഗ് പഠനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. പ്രോട്ടോകോൾ പാലിച്ച ഫാമുകൾ ഒന്നൊന്നായി തുറക്കുവാൻ തീരുമാനിച്ചതോടെയാണ് ചിക്ക് സെക്സിംഗ് കോഴ്സ് വീണ്ടും ആരംഭിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ചിക്ക് സെക്സിംഗ് സ്കൂളുകളിൽ 5 മാസം കൊണ്ടാണ് പഠനം പൂർത്തിയാക്കേണ്ടത്. ഇത്തവണ 24 വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുവാനാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം വെള്ളനാട് VHSCയിലെ വിദ്യാർത്ഥികൾക്ക് കുടപ്പനക്കുന്ന് കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഹാച്ചറി മാനേജ്മെന്റിൽ പരിശീലനം നൽകുന്നതിനുള്ള അനുമതി പത്രവും മന്ത്രി പ്രകാശനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ MC റെജിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോജക്ട് കോർഡിനേറ്റർ ഷീല സാലി, ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പ്രൊഡക്ഷൻ മാനേജർ വിമൽ സേവ്യർ, ജോയിന്റ് ഡയറക്ടർ ഗിരിധർ S, പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ D ഷൈൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈഫിൻ TV തിരുവനന്തപുരം. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചു. ദിവസവും 300 രൂപയാണ് കൂടുന്നത്. കുരുമുളക് ചരക്ക് നീക്കം കുറച്ച് ഉൽപാദകർ. ഏലത്തിന് ഡിമാൻഡ് ഉയരുന്നു. നാളികേരത്തിന്റെ പ്രാദേശിക ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണവില നിത്യേന 300 രൂപ വീതം ഉയർത്തുകയാണ്. കൊച്ചിയിൽ എണ്ണ 36,800 രൂപയിലെത്തി. കൊപ്ര 24,300 രൂപയിൽ നിന്നും 24,600 രൂപയായി. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് വെളിച്ചെണ്ണയ്ക്ക് 1000 രൂപ വർദ്ധിച്ച് 37,350 ഉയർന്നു. കുരുമുളകിന്റെ വില ഇടിവ് തടയാൻ ഉൽപാദകർ ചരക്ക് നീക്കം നിയന്ത്രിച്ചു. ഒരു വിഭാഗം സംഘടിതമായി കർഷകരെ സമ്മർദ്ദത്തിലാക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചില്ല. ഇടുക്കി, വയനാട് ഭാഗങ്ങളിലെ ഉൽപാദകർ വിൽപ്പന കുറിച്ച് ഉത്സവകാല ഡിമാൻഡിനായി കാത്തിരിക്കാമെന്ന നിലപാടിലാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് കിലോ 660 രൂപ. പുതിയ ഏലം വിളവ് ശേഖരിക്കാൻ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഉത്സാഹിച്ചു. മുഹറം അടുത്തതോടെ അറബ് രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിന് ആവശ്യക്കാരുണ്ട്. മികച്ച ഇനങ്ങളുടെ വില കിലോ 3077 രൂപയിലേക്ക് കയറിയപ്പോൾ ശരാശരി ഇനങ്ങൾ 2607 രൂപയിലും കൈമാറി. 28,125 കിലോ ഏലക്ക വിൽപ്പനയ്ക്കെത്തിയപ്പോൾ 27,714 കിലോയും ഇടപാടുകാർ വാങ്ങി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 141, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 750, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 68,000, കുരുമുളക് അൺഗാർബിൾ 66,000, ഏലക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 25,000, ചുക്ക് 22,500,